നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള മൂന്നാമത്തെ ഒരു പരാതി അല്ലെങ്കിൽ കേസുമായി ചേർന്ന നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ അതിസാഹസികമായി ഹോട്ടലിലെത്തി പിടികൂടുകയായിരുന്നു എന്നൊക്കെയാണ്. സാഹസികതയൊന്നും കണ്ടില്ല. സാധാരണഗതിയിൽ പോയി അറസ്റ്റ് ചെയ്തു. പക്ഷേ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ പോയി അറസ്റ്റ് ചെയ്യണമായിരുന്നോ? അദ്ദേഹത്തിന് നേരത്തെയുള്ള കേസുകളിൽ ജാമ്യം, മുൻകൂർ ജാമ്യം, ആന്റിസിപ്പേറ്ററി ജാമ്യമൊക്കെ ലഭിച്ചതാണ്. അപ്പോൾ നിയമസംഹിതകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ മനഃപൂർവ്വം രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് എന്നുള്ള ആരോപണം വരുന്നുണ്ട്. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ സ്ത്രീകളോടല്ല പുരുഷന്മാരോടല്ല ആരോടായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊരു സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് എം.എൽ.എ. ആയാലും MP ആയാലും മന്ത്രി ആയാലും ആരായാലും സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെ നമ്മൾ പറയുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് എതിരെ, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എടുത്ത നടപടിക്രമങ്ങളിൽ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ധാരാളം പഴുതുകളുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ശേഷം ഇദ്ദേഹത്തിന്റെ അഭിഭാഷകനടക്കം പറഞ്ഞത് അക്കാര്യമാണ്. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതങ്ങനെ ചേർത്തതാണോ, ചെയ്തതാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പകപോക്കലിന് മാത്രം ഇദ്ദേഹത്തെ ബലിയാടാക്കുകയായിരുന്നോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വിധേയനാക്കുകയായിരുന്നോ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച വരുന്നത്. ഇപ്പം നിയമവിദഗ്ധനും മുൻ സംസ്ഥാന പോലീസ് മേധാവിയുമായ ഡോക്ടർ TP സെൻകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കുറിപ്പിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് നിയമപരമായ രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള പഴുതുകളെ കുറിച്ചാണ് ഡോക്ടർ സെൻകുമാർ സൂചിപ്പിച്ചത്. പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് സെൻകുമാർ. ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്ന് ഇമെയിലായി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് BNS വകുപ്പ് 173(1)(2) ഈ ഒരു വകുപ്പ് ഇമെയിലായി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം ഈ കുട്ടി, ഈ അതിജീവിത വിദേശത്താണ്. അപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ 3-ാം ദിവസം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ ഇമെയിൽ അയച്ചിട്ടുണ്ടോ എന്നും സെൻകുമാർ ചോദിക്കുന്നു. അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിനൊരു ഡോക്യുമെന്റേഷൻ അന്നേരമേ പൂർത്തിയാകുന്നുള്ളൂ. നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എങ്കിൽ പോലും പരാതിക്കാരിയെ BNS വകുപ്പ് 184(1) പ്രകാരം കേസ് എടുത്ത തീയതി മുതൽ 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ബലാത്സംഗ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡന പരാതികളിൽ. അങ്ങനെ വൈദ്യപരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് 35(1)(b) പ്രകാരം പരാതി വിശ്വാസയോഗ്യം ആവുക എന്ന് ചോദിക്കുന്നു. ഈ പുതിയ വകുപ്പുകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. എങ്ങനെയാണ് വകുപ്പ് 47(1) പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക? എങ്ങനെയാണ് 187(1) പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പരാതിക്കാരി നടത്തുന്ന പരിദേവനം ക്രിമിനൽ നടപടിയാകുന്നത്? ഈ ക്രിമിനൽ നടപടികൾ പാലിച്ചില്ലെങ്കിൽ പ്രതിയെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നും ഡോക്ടർ സെൻകുമാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് കൃത്യമായി വകുപ്പുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിലെ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടെന്നല്ല ഭാഗികമായി പോലും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള ഏതൊരു വ്യക്തിക്കായാലും രക്ഷപ്പെടാനുള്ള സാധ്യതകളാണ് അതിനകത്തുള്ളത്. അല്ലെങ്കിൽ കോടതിയിൽ ഈ കാര്യങ്ങൾ രാഹുലിന്റെ അഭിഭാഷകനോ ആരെങ്കിലും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരു സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഒരു വേള വിചാരണ കൂടാതെ പോലും പ്രതിയെ വെറുതെ വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതെന്ത് കളിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ വീണ്ടും പറയുന്നു, തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം. നമ്മളാരുടെയും ഭാഗത്തല്ല, നമ്മൾ ആർക്കും എതിരുമല്ല. നമുക്ക് ഈ നിയമ വ്യവസ്ഥിതിക്ക് കീഴിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാത്തവർ, അല്ലെങ്കിൽ ആ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവരോ ആ നിയമങ്ങളെ ഖണ്ഡിക്കുന്നവരോ സമൂഹത്തിനോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്.